നമസ്കാരം, ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. വരന്തരപ്പള്ളി ആറ്റുപള്ളിയിൽ പടക്കം പൊട്ടിത്തെറിച്ച് 2 കുട്ടികൾക്ക് പരിക്കേറ്റു. അപകടം പൊട്ടാതെ കിടന്ന പടക്കങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്നതിനിടെ. തൃക്കൂർ പഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിൽ കനാൽ ബണ്ടിലും റോഡരികിലും ലക്ഷങ്ങൾ വിലമതിക്കുന്ന മരത്തടികൾ ചിതലെടുത്തും കാലപ്പഴക്കത്താൽ ദ്രവിച്ചും നശിക്കുന്നു. മരത്തടികൾ ഉടൻ നീക്കണമെന്ന ആവശ്യം ശക്തം. തൊട്ടിപ്പാൾ വില്ലേജ് ഓഫീസും ഇനി സ്മാർട്ട് ആകും. നിർമ്മാണോദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു. വെള്ളിക്കുളങ്ങര ഇത്തനോളി ST കോളനിയിലെ വീടുകൾ ശോചനീയാവസ്ഥയിൽ. വീട് പുനർനിർമ്മിക്കണമെന്നും സ്ഥലത്തിന് പട്ടയം നൽകണമെന്നും ആവശ്യം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നന്ദിപുരം യൂണിറ്റിലെ വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ വനിതാ ദിനം ആഘോഷിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് KC ഗോപാലൻ യോഗം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ സ്വർണ്ണവില റെക്കോർഡിലേക്ക്. പവന് 48,080 രൂപയും ഗ്രാമിന് 6,010 രൂപയുമായി. വിശദമായ വാർത്തകളിലേക്ക്. വരന്തരപ്പള്ളി ആറ്റുപള്ളിയിൽ പടക്കം പൊട്ടിത്തെറിച്ച് 2 കുട്ടികൾക്ക് പരിക്കേറ്റു. അപകടം പൊട്ടാതെ കിടന്ന പടക്കങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്നതിനിടെ. ആറ്റുപള്ളി പള്ളത്ത് വീട്ടിൽ ആൻഡ്രുവിന്റെ മകൻ 12 വയസ്സുള്ള ഷാർബൻ, ആറ്റുപള്ളി വെടുത്തെടുത്ത് വിശ്വന്റെ മകൻ 8 വയസ്സുള്ള അദ്വൈത് എന്നിവർക്കാണ് പരിക്ക്. ഷാർബന്റെ വലത് കൈയുടെ വിരലുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. അദ്വൈതിന്റെ പരിക്ക് നിസ്സാരമാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. വീടിനു സമീപത്തെ ഉത്സവം കഴിഞ്ഞ ക്ഷേത്രപ്പറമ്പിൽ പൊട്ടാതെ കിടന്ന പടക്കങ്ങൾ എടുത്ത് 2 പേരും ചേർന്ന് കൂട്ടിയിട്ട് കത്തിക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ചാണ് അപകടം സംഭവിച്ചത്. പരിക്കേറ്റ 2 പേരെയും കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃക്കൂർ പഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിൽ കനാൽ ബണ്ടിലും റോഡരികിലും ലക്ഷങ്ങൾ വിലമതിക്കുന്ന മരത്തടികൾ ചിതലെടുത്തും കാലപ്പഴക്കത്താൽ ദ്രവിച്ചും നശിക്കുന്നു. പീച്ചി ഇടതുകര കനാലിന്റെ വശങ്ങളിലെ ഇറിഗേഷൻ ഭൂമിയിൽ നിന്നിരുന്ന കാലപ്പഴക്കം ചെന്നതും അപകട ഭീഷണിയിലായതുമായ മരങ്ങൾ അധികൃതർ മുറിച്ചുമാറ്റിയിരുന്നു. ഈ മരങ്ങളാണ് ഇപ്പോൾ നാട്ടുകാർക്ക് തലവേദനയാകുന്നത്. ഇറിഗേഷന്റെയും പൊതുമരാമത്തിന്റെയും ഉടമസ്ഥതയിലുള്ള മരങ്ങൾക്ക് വനം വകുപ്പ് ഉയർന്ന മൂല്യമാണ് നിശ്ചയിച്ചത്. പ്രായോഗികമായ തുക അല്ലാത്തതിനാൽ കരാറെടുക്കാൻ ആരും എത്തിയില്ല. തുടർന്ന് നാളുകളായി റോഡിൽ തന്നെ മരത്തടികൾ കിടക്കുകയാണ്. തൃക്കൂർ പഞ്ചായത്തിലെ 9-ാം വാർഡിലെ ഭരത ചെക്ക് ഡാമിനോട് ചേർന്നും മരത്തടികൾ വഴിയിൽ ഉപേക്ഷിച്ച നിലയിൽ കിടക്കുന്നുണ്ട്. ബണ്ടിനോട് ചേർന്നുള്ള മരത്തടികൾ നീക്കം ചെയ്യണമെന്നും ആവശ്യമുയരുന്നുണ്ട്. കൂടാതെ മരത്തടികൾ കിടക്കുന്ന ഇടങ്ങളിൽ യാത്രക്കാരും ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. പ്രായോഗികമായ വില അനുസരിച്ച് മരത്തടികൾ ലേലം ചെയ്താലേ ദുരവസ്ഥയ്ക്ക് പരിഹാരമാകൂവെന്നും ലേലം നടന്നാൽ മരം മുറിച്ച തുക എങ്കിലും ലഭ്യമാകട്ടെ എന്നുമാണ് നാട്ടുകാർ പറയുന്നത്. തൊട്ടിപ്പാൾ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു. ചടങ്ങിൽ KK രാമചന്ദ്രൻ MLA അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, പർപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ്, വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ PT കിഷോർ, റവന്യൂ ഡിവിഷൻ ഓഫീസർ MK ഷാജി, മുകുന്ദപുരം തഹസിൽദാർ C നാരായണൻ എന്നിവർ സന്നിഹിതരായി. നമ്മുടെ ഈ തൊട്ടിപ്പാൾ വില്ലേജ് ഓഫീസ് വളരെ കാലപ്പഴക്കമുള്ള ഒരു കെട്ടിടം. അത് ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നു. തുടർന്ന് നമ്മുടെ പ്രത്യേകമായ ഇടപെടലിൻ്റെ ഭാഗമായി റവന്യൂ വകുപ്പ് സ്മാർട്ട് വില്ലേജാക്കി പണിയാൻ വേണ്ടി തീരുമാനിച്ച് തുക അനുവദിച്ച് ഇപ്പോൾ അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിച്ചിരിക്കുകയാണ്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ 3 വില്ലേജ് ഓഫീസുകളും കാര്യക്ഷമതയുടെ കാര്യത്തിലും പ്രവർത്തന മികവിൻ്റെ കാര്യത്തിലുമെല്ലാം പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഉയർന്നു പ്രവർത്തിക്കുന്ന ഏറ്റവും മികച്ച സേവനം നൽകുന്ന കേന്ദ്രങ്ങളാണ് നമ്മുടെ 3 വില്ലേജ് ഓഫീസുകൾ. കേരളത്തിൻ്റെ റവന്യൂ വകുപ്പ്
അതിൻ്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വലിയ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളുമില്ലാതെ ഏറെ മുന്നോട്ട് പോകുന്ന ഒരു വർത്തമാനകാലമാണ്. ഈ പുതിയ കാലത്ത് മാത്രം വെള്ളിക്കുളങ്ങര ഇത്തനോളി എസ്റ്റി കോളനിയിലെ വീടുകൾ ശോചനീയാവസ്ഥയിൽ. വീട് പുനർനിർമ്മിക്കണമെന്നും സ്ഥലത്തിന് പട്ടയം നൽകണമെന്നും ആവശ്യം. മറ്റത്തൂർ പഞ്ചായത്തിലെ 10ാം വാർഡിലാണ് വെള്ളിക്കുളങ്ങര ഇത്തനോളി എസ്റ്റി കോളനി ഉൾപ്പെടുന്നത്. 6 വീടുകളാണ് ഇവിടെയുള്ളത്. 1998 കറപ്പം വീട്ടിൽ അമ്മുണ്ണി എന്നയാൾ എസ്റ്റി വിഭാഗക്കാർക്ക് വീട് വെച്ച് താമസിക്കുന്നതിനായി പഞ്ചായത്തിന് കൈമാറിയ 18 സെന്റ് സ്ഥലത്ത് 3 സെന്റ് വീതം സ്ഥലത്തായി 6 പേർക്കാണ് വീടുകൾ നിർമ്മിച്ചു നൽകിയത്. അന്നത്തെ വാർഡ് മെമ്പർ മോളി തോമസാണ് കനാൽ പുറമ്പോക്കിൽ താമസിച്ചിരുന്ന എസ്റ്റി വിഭാഗക്കാരെ പുനരധിവസിപ്പിക്കുന്നതിനായി സ്ഥലം കണ്ടെത്തിയത്. 26 വർഷം പഴക്കമുള്ളവയാണ് ഇവിടുത്തെ വീടുകൾ. 98 പഞ്ചായത്തിൽ 18 സെന്റ് സ്ഥലം ഇവിടെ എസ്റ്റി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കിട്ടിയിരുന്നതാണ്. നാളെ ഇതുവരെ 24 ഇതുവരെ ഒരു പട്ടയോ അതിനനുബന്ധിച്ച് വീടിൻ്റെ മെയിൻ്റെനൻസ് പണിക്കൊന്നും ഒന്നും കിട്ടിയിട്ടില്ല. വീടുകളൊക്കെ വളരെയധികം ശോചനീയാവസ്ഥയാണ്. ഒരു കാറ്റ് വന്നാൽ പറന്നു പോകുന്ന കണ്ടീഷനിലാണ് ഇവിടെ വീടുകൾ നിൽക്കുന്നത്. ഹൗസിംഗ് ബോർഡിൽ നിന്ന് 35,000 രൂപയ്ക്ക് പണിത വീടുകൾ ഈ 6 വീടുകൾ. മറ്റത്തൊരു പഞ്ചായത്ത് നാളെ ഇതുവരെ പട്ടയം വരെ കിട്ടിയിട്ടില്ല. ഇവിടുത്തെ ഇപ്പോൾ വന്ന സെക്രട്ടറി ശാലിനി മേഡത്തിൻ്റെ ഔദാര്യം കൊണ്ട് ഈ 6 വീട് ടാർപ്പായ മൂടി കൊടുത്തിട്ടുണ്ട്. അത് പഞ്ചായത്ത് ഫണ്ടും കൂടിയല്ല, ഏതൊരു കമ്പനി സ്പോൺസർ കിട്ടിയതാണ്. ഇവരുടെ അവസ്ഥ വളരെ ദയനീയകരമായ അവസ്ഥയാണ്. കുടിക്കാൻ വെള്ളമില്ല. അതുപോലെ ചില വീടുകൾ ബാത്റൂമിലാണ് കിടന്നുറങ്ങുന്നത്. വീടിൻ്റെ അടിയിൽ കിടക്കാൻ ഭയമാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ വനഭൂമിയാണ്. ഇവിടെ പുലിയ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. അതുമാത്രമല്ല മുകളിൽ നിന്ന് വെള്ളം വന്നിട്ട് ഇവിടെ കിടക്കാൻ വരെ പറ്റില്ല. ഇപ്പം എത്ര ഇത് കാണുന്ന അധികാരികൾ ഇവർക്ക് വേണ്ട നടപടികൾ പട്ടയം അതുപോലെ വീടുകൾ ചെയ്തു കൊടുക്കണം എന്നാണ് ഒരു പരിസ്ഥിതിയുടെ സെക്രട്ടറി കൂടെയാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. വീടുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ആവശ്യപ്പെട്ട് പഞ്ചായത്തിൽ അപേക്ഷ സമർപ്പിച്ചതനുസരിച്ച് തുറൂക്കാരൻ കുട്ടൻ ഭാര്യ തങ്കയ്ക്ക് 1 ലക്ഷം രൂപ പാസാക്കുകയും 50,000 രൂപയ്ക്ക് വീടിന് മുകളിൽ ട്രസ് സ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ ബലക്ഷയം വന്നിരിക്കുന്ന വീടിന് മുകളിൽ ട്രസ് സ്ഥാപിക്കാതെ താഴെ നിന്നും തൂണുകൾ ഉയർത്തി ട്രസ് സ്ഥാപിക്കണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അപ്പം ഞാൻ പറഞ്ഞു 4 കോടിക്ക് കാലിട്ട് പണിയെന്ന് പറഞ്ഞു അത് ശരിയാവില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. അയാൾ എന്നെ മുകളിൽ ഇട്ടുകൊണ്ട് പോയി മേഞ്ഞിട്ട് പിന്നെ അയാൾ കോൺട്രാക്റ്റുകാരൻ വന്നല്ലേ, പണിക്കാരൻ നിർത്തിക്കൊണ്ട് പോയി. പിന്നെ ഇതുവരെ കടന്നല്ല. അപ്പം സാഹിബി മെമ്പർ പറഞ്ഞിട്ടാണ്. അപ്പം സാഹിബി മെമ്പർ പറയാണ് അതങ്ങനെ പണിയാനേ പറ്റുള്ളൂ. 1 ലക്ഷം രൂപയുടെ പണി കഴിഞ്ഞെന്ന് പറഞ്ഞ് പഞ്ചായത്തിലേക്ക് എഴുതി കൊടുത്തു കോൺട്രാക്റ്റുകാരൻ. അപ്പോൾ കോൺട്രാക്റ്റുകാരൻ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു പരാതിക്കാർ പണി ചെയ്യാൻ. പരാതിക്കാരനല്ല ഇവിടെ കിടക്കണേ, ഞാനാ കിടക്കണേന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ അയാൾ പണ്ട് സാധനങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടോട്ടെ, ഞാൻ 1.5 ലക്ഷം കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നാൽ മതി. പിന്നെ പഞ്ചായത്തിന് 1.5 ലക്ഷം കിട്ടുമല്ലോ. അപ്പോൾ 1 ലക്ഷം കൊണ്ട് ഞാൻ അത് ശരിയാക്കിയോളാം ആരെങ്കിലും വിളിച്ച്. എൻ്റെ നാട്ടുകാർക്ക് കൊടുക്കണമെങ്കിൽ എൻ്റെ അവസ്ഥ അറിയാം. 2 ദിനം എനിക്ക് കഴിവില്ല, എന്നെ നോക്കാനും അന്വേഷിക്കാൻ ആരുമില്ല. അപ്പം ഞാൻ ഏത് നിലയ്ക്ക് ജീവിക്കും? ഇതിനു പുറമെ ഇവർ താമസിക്കുന്ന സ്ഥലത്തിന് ഇതുവരെയും ഇവർക്ക് പട്ടയം ലഭിച്ചിട്ടില്ല. പട്ടയം ആവശ്യപ്പെട്ട് നിരവധി തവണ അധികൃതരെ സമീപിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും ഇവർ പരാതിപ്പെടുന്നു. 24 കൊല്ലമായി എനിക്ക് ഈ സ്ഥലം കിട്ടിയിട്ട്. എൻ്റെ കെട്ടിയൻ്റെ പേരിൽ 24 വർഷമായി സ്ഥലം കിട്ടി. ഞങ്ങൾ ഷെഡ് വെച്ച് കിടന്നിട്ടാണ് പെര ഉണ്ടാക്കി. 35,000 രൂപക്കാണ് പെര ഉണ്ടാക്കി കിടക്കണത്. അതിൻ്റെ ഉള്ളിൽ ആകെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയി. ചോർന്നൊരിക്കലും പിന്നെ അതേപോലെ ബാത്റൂം ആകെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയി. കട്ടില ജനൽ യാതൊരു സാധനമില്ല. അടിച്ചുറപ്പെന്ന് പറഞ്ഞത് ഇല്ല. ഇന്നേ കാലം എന്ന് വെച്ചാൽ ഒരാളെ വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. അതേപോലെയാണ് എൻ്റെ അവസ്ഥ കിടക്കണത്. പട്ടയം കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക്. ഇത്രയും വർഷം ആയി. അച്ഛന് ഉള്ള സമയത്താണ് ഈ വീട് കിട്ടണത്. ഞങ്ങൾ കനാൽ പുറമ്പോക്കിലാണ് കിടന്നാർന്നത്. അതിൽ വെള്ളം വന്ന് ഇതേമാതിരി അവസ്ഥയിൽ കിടന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയൊരു ഭൂമി ഇപ്പോൾ ഞങ്ങൾ സ്വർഗം പോലെ കൊണ്ടുവരണ്ട. ആ ഭൂമിയിൽ ഞങ്ങൾക്ക് നല്ലൊരു പെര പണിത് ബാത്റൂം, അടച്ചുറപ്പ്, എല്ലാ സൗകര്യവും ഒത്തൊരുമിച്ച് ഞങ്ങൾക്ക് കിട്ടണം. ഇത് കിട്ടിയേ പറ്റുള്ളൂ. കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ അടുത്ത ഇതിന് ഞങ്ങൾ പോകും. അതേസമയം തങ്കയുടെ വീടിന്റെ മുകളിലെ ട്രസ് വർക്ക് താഴെ നിന്നും തൂൺ സ്ഥാപിച്ചുറപ്പിക്കുന്നതിന് കരാറുകാരൻ സമ്മതിച്ചിട്ടുണ്ടെന്നും 1 ലക്ഷത്തിലെ 2ാം ഗഡുവായ 50,000 രൂപ ലഭിക്കുന്ന മുറയ്ക്ക് വീടിന്റെ ശേഷിക്കുന്ന അറ്റകുറ്റപ്പണികൾ നടത്താൻ കഴിയുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി പറഞ്ഞു. എനിക്ക് പുറകിൽ കാണുന്ന ഈ വീടുകൾക്ക് സമാനമായിട്ടുള്ള അവസ്ഥയാണ് ഇത്തനോളി എസ്റ്റി കോളനിയിലെ ഓരോ വീടുകൾക്കും ഉള്ളത്. ഒരു പുനരുദ്ധാരണത്തിന് ശേഷിയില്ലാത്ത വിധം തകർച്ചയുടെ വക്കിലെത്തിയിരിക്കുന്ന ഈ വീടുകൾക്ക് പകരം ഇവർക്ക് പുതിയ വീടുകൾ തന്നെ നിർമ്മിച്ചു നൽകണം എന്നാണ് ഇവർക്ക് അധികൃതരോട് ആവശ്യപ്പെടാനുള്ളത്.
ക്യാമറമാൻ അബിനൊപ്പം ബൈജു ദേവസി, NCTV ന്യൂസ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നന്ദിപുരം യൂണിറ്റിലെ വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ വനിതാ ദിനം ആഘോഷിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് KC ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. വനിതാ യൂണിറ്റ് പ്രസിഡന്റ് അൽഫോൻസ പൗലോസ് അധ്യക്ഷയായി. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും യൂണിറ്റ് സെക്രട്ടറിയുമായ സുമേഷ് നിവേദ്യം മുഖ്യപ്രഭാഷണം നടത്തി. നന്ദിപുരത്ത് 3 സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുവരികയും റിട്ടയേർഡ് പ്രധാന അധ്യാപികയുമായ പ്രസന്ന രജീവൻ വനിതാ ദിന സന്ദേശം നൽകി. 50 വയസ്സിന് താഴെയുള്ള യൂണിറ്റിലെ മുഴുവൻ വനിതകളെയും ഉപഹാരം നൽകി ആദരിച്ചു. സിമി സാബു, ബീന ഡേവിസ്, സജിത ഗോപിനാഥ്, സുഷമ ഗോപാലൻ എന്നിവർ നേതൃത്വം നൽകി. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് ഓൾ ബോട്ടിക് ഓണേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള തൃശൂർ ചാപ്റ്റർ സംഘടിപ്പിക്കുന്ന വനിതാ കൂട്ടായ്മ മാർച്ച് 12-ന് ഹോട്ടൽ പേൾ റീജൻസിയിൽ നടക്കും. വനിതാ കൂട്ടായ്മയിൽ വ്യത്യസ്ത മേഖലകളിൽ മാതൃകാ പ്രവർത്തനം നടത്തുന്ന വനിതകളെ ആദരിക്കും. വൈകിട്ട് 4-ന് വനിതാ കൂട്ടായ്മ ആരംഭിക്കും. പ്രസിഡന്റ് CJ റോയ്, സെക്രട്ടറി അജു കെ തോമസ്, പ്രോഗ്രാം കോർഡിനേറ്റർ സോജ സുദർശൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് വനിതാ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത്. പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ നിയന്ത്രിക്കുന്നത് 4 വനിതകൾ. പിങ്ക് സ്റ്റേഷനായതിൽ അഭിമാനിക്കുന്നുവെന്ന് യാത്രക്കാർ. കഴിഞ്ഞ മാസം പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ സൂപ്രണ്ടായിരുന്ന KS ജയകുമാർ വിരമിച്ച് പകരം വന്ന സ്റ്റേഷൻ മാസ്റ്റർ വനിത ആയതോടെ പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിലെ 4 സ്റ്റേഷൻ മാസ്റ്റർമാരും വനിതകളായി. യാത്രക്കാർ പുതുക്കാട് റെയിൽവേ സ്റ്റേഷനെ പിങ്ക് സ്റ്റേഷൻ എന്ന് വിളിക്കാനും തുടങ്ങി. മാത്രമല്ല, പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ ആദ്യമായാണ് വനിതാ സ്റ്റേഷൻ സൂപ്രണ്ട് വരുന്നത്. നിലവിൽ സ്റ്റേഷന്റെ ചുമതല വഹിക്കുന്നത് സ്റ്റേഷൻ സൂപ്രണ്ട് KK അനന്തലക്ഷ്മിയാണ്. മുൻപ് വനിതാ സ്റ്റേഷൻ മാസ്റ്റർമാർ ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും 4 പേരും വനിതകൾ വരുന്നത് ആദ്യമായാണ്. സ്റ്റേഷൻ സൂപ്രണ്ടിനു പുറമെ സ്റ്റെഫി പൈലി, ജിൻസി KO, അമ്പിളി MP എന്നിവരാണ് സ്റ്റേഷനിൽ സേവനമനുഷ്ഠിക്കുന്ന മറ്റു വനിതകൾ. ലോക വനിതാ ദിനം ആഘോഷമായി കൊണ്ടാടുന്ന സാഹചര്യത്തിൽ തങ്ങളുടെ സ്റ്റേഷൻ ചുമതല വഹിക്കുന്നത് 4 പേരും വനിതകളായത് അഭിമാന നേട്ടമാണെന്ന് യാത്രക്കാർ പറയുന്നു. പുതുക്കാട് റെയിൽവേ സ്റ്റേഷനെ സ്ത്രീ സൗഹൃദ സ്റ്റേഷനായി മാറ്റാനും യാത്രക്കാർക്ക് കൃത്യമായ സേവനങ്ങൾ നൽകുകയുമാണ് ലക്ഷ്യമെന്നും യാത്രക്കാരുടെ പൂർണ്ണ സഹകരണം ഇതിനാവശ്യമാണെന്നും സ്റ്റേഷൻ സൂപ്രണ്ട് അനന്തലക്ഷ്മി പറയുന്നു. ആനന്ദപുരം ഗവൺമെന്റ് UP സ്കൂൾ 111ാമത് വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും പ്രീ പ്രൈമറി കുട്ടികളുടെ കോൺവെക്കേഷൻ സെറമണിയും സംയുക്തമായി സംഘടിപ്പിച്ചു. മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് J ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ KU വിജയൻ മുഖ്യാതിഥിയായി. പൂർവ്വ വിദ്യാർത്ഥിയും പിന്നണി ഗായകനും സംഗീത സംവിധായകനുമായ VS മിലനുള്ള ആദരവും പൂർവ്വ അധ്യാപിക ഷൈസിക്കുള്ള സ്നേഹാദരവും ചടങ്ങിൽ സമർപ്പിച്ചു. മാതൃസംഗമം പ്രസിഡന്റ് ഷീബ ജയൻ, PTA വൈസ് പ്രസിഡന്റ് സിജി പ്രദീപ്, SMC ചെയർമാൻ നിരു, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി MN രമേശ്, SMC അംഗം M ബാലചന്ദ്രൻ, ഗ്രാമീണ വായനശാല പ്രസിഡന്റ് AC ചന്ദ്രൻ, ആനന്ദപുരം റൂറൽ കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് ജോമി ജോൺ, പ്രധാന അധ്യാപിക ET ബീന, SRG കൺവീനർ സിന്ധു ദിലീപ്, സീനിയർ അസിസ്റ്റന്റ് P ഇന്ദു എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് പഞ്ചായത്തിൽ ചട്ടവിരുദ്ധമായി യോഗം നടത്തിയെന്നാരോപിച്ച് പ്രതിപക്ഷാംഗങ്ങൾ യോഗം തടസ്സപ്പെടുത്തി. പ്രസിഡന്റും സെക്രട്ടറിയും ഏകാധിപത്യ നടപടി സ്വീകരിക്കുന്നുവെന്നും പ്രതിപക്ഷാംഗങ്ങൾ കുറ്റപ്പെടുത്തി. CP സജീവൻ, അനൂപ് മാത്യു, സുമ ഷാജു, ഫിലോമിന ഫ്രാൻസിസ്, ഹിമാദാസൻ എന്നിവർ നേതൃത്വം നൽകി. പ്രതിഷേധത്തെ തുടർന്ന് കമ്മിറ്റി യോഗം മാറ്റിവെച്ചു. വരന്തരപ്പള്ളി ശ്രീകണ്ഠേശ്വരം ശിവക്ഷേത്രത്തിൽ ശിവരാത്രി ദിനമായ വെള്ളിയാഴ്ച രാവിലെ 6 മുതൽ 8 വരെ വിശേഷാൽ പൂജ, 8 മുതൽ 10 വരെ ക്ഷേത്ര ചടങ്ങുകളും നടക്കും. വൈകിട്ട് 5 മണിക്ക് ക്ഷേത്രത്തിൽ നിന്ന് നാമജപഘോഷയാത്ര ദേശപ്രദക്ഷിണം നടത്തി തിരിച്ചെത്തും. രാത്രി 7-ന് വിവിധ കലാപരിപാടികളും തുടർന്ന് ഭജനയും ഉണ്ടായിരിക്കും. ശനിയാഴ്ച പുലർച്ചെ 3 മുതൽ ബലിതർപ്പണത്തിന് സൗകര്യമുണ്ടായിരിക്കും. ശിവരാത്രി ദിനമായ വെള്ളിയാഴ്ച നെന്മണിക്കര മഹാദേവ ക്ഷേത്രത്തിൽ രാവിലെ 9-ന് ശ്രീഭൂത ബലി, കാഴ്ച ശിവേലി, ഉച്ചതിരിഞ്ഞ് 3-ന് പഞ്ചവാദ്യ അകമ്പടിയിൽ കാഴ്ച ശിവേലി, രാത്രി 8-ന് പള്ളിവേട്ട എഴുന്നള്ളിപ്പ്, കേളത്ത് സുന്ദരന്മാരാർ പ്രാമാണികനായ പാണ്ടിമേളം എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. 9 മുതൽ ശ്രീ സുബ്രഹ്മണ്യ സമാജം ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിൽ മഹാശിവരാത്രി ആഘോഷവും സമൂഹ അഭിഷേകവും വെള്ളിയാഴ്ച നടക്കും. ശിവരാത്രി ദിവസം വ്രതം എടുത്തുകൊണ്ടുവരുന്ന എല്ലാ ഭക്തർക്കും മഹാദേവന്റെ ശ്രീകോവിലിനകത്ത് പ്രവേശിച്ച് പൂജാരി ഇല്ലാതെ സ്വയം അഭിഷേകവും അർച്ചനയും നടത്താവുന്ന സമൂഹ അഭിഷേകം രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ ഉണ്ടാകും. അന്നേ ദിവസം രാവിലെ മഹാഗണപതി ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം, അലങ്കാര പൂജ, കലശാഭിഷേകം, ഉച്ചയ്ക്ക് അന്നദാനം, ദീപാരാധന, ചതുർയാമ പൂജകൾ എന്നിവയും പിറ്റേന്ന് പുലർച്ചെ മുതൽ ശിവരാത്രി ബലിതർപ്പണവും ഉണ്ടാകും. മറവാഞ്ചേരി മഹാദേവ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവവും ബലിതർപ്പണവും വെള്ളി ശനി ദിവസങ്ങളിൽ നടക്കും. ശനിയാഴ്ച രാവിലെ 3:30 മുതൽ 9 വരെ ബലിയിടൽ കർമ്മത്തിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. രാവിലെ 9:30-ന് സഹസ്ര കുംഭാഭിഷേകം,
ഉച്ചയ്ക്ക് 12-ന് അന്നദാനവും നടക്കും. നെല്ലായി പന്തല്ലൂർ ചെങ്ങാന്തുരുത്തി ശിവശക്തി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവം വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലായി ആഘോഷിക്കും. 7-ന് വൈകുന്നേരം ദേശത്തെ കലാപ്രതിഭകളുടെ കലാവിരുന്ന്, 8-ന് വൈകുന്നേരം മറ്റത്തൂർ പള്ളമുറി യുവജന സംഘത്തിന്റെ നേതൃത്വത്തിൽ ചെണ്ടുക്കാവടി, ശിങ്കാരിമേളം, തെയ്യാട്ടം എന്നിവയുടെ അകമ്പടിയോടെ താലം വരവ്, പഞ്ചാരിമേളം, ചികിത്സാ ധനസഹായ വിതരണം, ഉന്നത വിജയം നേടിയവരെ ആദരിക്കൽ, സ്റ്റാർ കോമഡി ഷോ എന്നിവയുണ്ടാകും. 9-ന് പുലർച്ചെ 2:15 മുതൽ രാവിലെ 9 വരെ ക്ഷേത്രത്തിന് സമീപത്തെ പുഴയോരത്ത് പിതൃബലി തർപ്പണം നടക്കും. അളഗപ്പ നഗർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ OP കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം വെള്ളിയാഴ്ച നടക്കും. രാവിലെ 10-ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും. KK രാമചന്ദ്രൻ MLA അധ്യക്ഷനാകും. ശിലാ അനാച്ഛാദന കർമ്മം TN പ്രതാപൻ MP നിർവഹിക്കും. മികച്ച ഗുണമേന്മയുള്ള വസ്ത്രങ്ങളുമായി മഞ്ഞളി ഡ്രസ് വേൾഡ് തലോർ ഐശ്വര്യ കോംപ്ലക്സിൽ വെള്ളിയാഴ്ച ആരംഭിക്കും. രാവിലെ 9-ന് തലോർ ഇൻഫന്റ് ജീസസ് പള്ളി വികാരി ഫാദർ ജോഷി വെണ്ണാട്ടുപറമ്പിൽ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിക്കും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്യും. MA ജോസ് ആദ്യ വിൽപ്പന നടത്തും. പുതുക്കാട് തെക്കത്തുറവ് സ്വദേശിയുടെ ബൈക്ക് നഷ്ടപ്പെട്ടതായി പരാതി. KL 092-934 ബ്ലാക്ക് കളർ ഡീസൽ ബുള്ളറ്റ് ആണ് തലോർ BRD കാർ വേൾഡിന്റെ എതിർദിശയിൽ നിന്നും നഷ്ടപ്പെട്ടത്. ഇക്കഴിഞ്ഞ മാർച്ച് 2-നാണ് വാഹനം കാണാതായത്. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ 8589094996 എന്ന നമ്പറിലോ ബന്ധപ്പെടണം. സംസ്ഥാനത്തെ സ്വർണ്ണവില റെക്കോർഡിലേക്ക്. പവന് 320 രൂപ വർദ്ധിച്ച് 48,080 രൂപയും ഗ്രാമിന് 40 രൂപ വർദ്ധിച്ച് 6010 രൂപയുമായി. ഫെബ്രുവരിയിലെ അവസാന ദിവസങ്ങളിൽ സ്വർണ്ണവില ഉയർന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ മാർച്ച് ആദ്യ ദിനങ്ങളിൽ തന്നെ സ്വർണ്ണവില കുത്തനെ ഉയർന്നു. മാർച്ച് 1 മുതൽ 2000 രൂപ വർദ്ധിച്ചു. വിവാഹ സീസൺ ആയതിനാൽ തന്നെ ഉപഭോക്താക്കൾക്ക് വലിയ തിരിച്ചടിയാണ് സ്വർണ്ണവില വർധനവിൽ ഉണ്ടാകുന്നത്. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 25 ഡിഗ്രി സെൽഷ്യസ്. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ ആശാ പ്രവർത്തകയുടെ ഒഴിവുണ്ട്. SSLC വിദ്യാഭ്യാസ യോഗ്യതയും 25-നും 45-നും ഇടയിൽ പ്രായമുള്ളവരും തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് നിവാസികളുമായ സ്ത്രീകൾക്ക് അപേക്ഷിക്കാം. യോഗ്യതയുള്ളവർ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് യോഗ്യതാ സർട്ടിഫിക്കറ്റുമായി തൃക്കൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചേരേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിലോ 9740412330 എന്ന നമ്പറിലോ ബന്ധപ്പെടുക. അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്തിലെ സർക്കാർ ആയുർവേദ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിലേക്ക് നാഷണൽ ആയുഷ് മിഷൻ പദ്ധതി പ്രകാരം മൾട്ടിപർപ്പസ് വർക്കറെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. GNM ആണ് യോഗ്യത. പ്രായപരിധി 40 വയസ്സാണ്. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ചൊവ്വാഴ്ചയാണ്. ഫോൺ നമ്പർ 8921258563. കെൽട്രോണിൽ വനിതാ ദിനത്തോടനുബന്ധിച്ച് മാർച്ച് 8 മുതൽ ഏപ്രിൽ 8 വരെ ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സിലേക്ക് എല്ലാ വനിതകൾക്കും ഫീസ് ഇളവോടെ പ്രവേശനം നേടാം. അടുത്തുള്ള പഠന കേന്ദ്രത്തിനായി മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നതിന് 9072592416 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പറപ്പൂക്കര പഞ്ചായത്ത് ഓഫീസിൽ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ നികുതി അടയ്ക്കുന്നതിന് സൗകര്യം ഉണ്ടായിരിക്കുന്നതാണെന്ന് അധികൃതർ അറിയിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6010 രൂപ, പവന് 48,080 രൂപ. നന്ദിക്കര വിളക്കത്തറ പരേതനായ ചന്ദ്രൻ ഭാര്യ ഇന്ദിരാദേവി അന്തരിച്ചു. 68 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ശ്യാം മകനും ശരണ്യ മരുമകളുമാണ്. വടക്കേത്തുറവ് തേക്കാനത്ത് അന്തോണി ഭാര്യ റോസ്ലി അന്തരിച്ചു. 67 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. റോണി, റോബി, റോസ്മി എന്നിവർ മക്കളും അനു, മെറിൻ, സാംസൺ എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് കണ്ണമ്പുഴ ചെവിടൻ ആന്റണി അന്തരിച്ചു. 67 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 11:30 പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറൂന പള്ളിയിൽ. മേരിയാണ് ഭാര്യ. ദീപ, പ്രിൻസ് എന്നിവർ മക്കളും ജെയ്സൺ, ലാവണ്യ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. വരന്തരപ്പള്ളി ആറ്റുപള്ളിയിൽ പടക്കം പൊട്ടിത്തെറിച്ച് 2 കുട്ടികൾക്ക് പരിക്കേറ്റു. അപകടം പൊട്ടാതെ കിടന്ന പടക്കങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്നതിനിടെ.
തൃക്കൂർ പഞ്ചായത്തിന്റെ വിവിധ ഇടങ്ങളിൽ കനാൽ ബണ്ടിലും റോഡരികിലും ലക്ഷങ്ങൾ വിലമതിക്കുന്ന മരത്തടികൾ ചിതലെടുത്തും കാലപ്പഴക്കത്താൽ ദ്രവിച്ചും നശിക്കുന്നു. മരത്തടികൾ ഉടൻ നീക്കണമെന്ന ആവശ്യം ശക്തം. തൊട്ടിപ്പാൾ വില്ലേജ് ഓഫീസും ഇനി സ്മാർട്ടാകും. നിർമ്മാണോദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു. വെള്ളിക്കുളങ്ങര ഇത്തനോളി ST കോളനിയിലെ വീടുകൾ ശോചനീയാവസ്ഥയിൽ. വീട് പുനർനിർമ്മിക്കണമെന്നും സ്ഥലത്തിന് പട്ടയം നൽകണമെന്നും ആവശ്യം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നന്ദിപുരം യൂണിറ്റിലെ വനിതാ വിംഗിന്റെ നേതൃത്വത്തിൽ വനിതാ ദിനം ആഘോഷിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് KC ഗോപാലൻ യോഗം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ സ്വർണ്ണവില റെക്കോർഡിലേക്ക്. പവന് 48,880 രൂപയും ഗ്രാമിന് 6,010 രൂപയുമായി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.